അല്ലെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട സുന്നത്തായ കാര്യങ്ങളെ കുറിച്ചാണ്. അതുപോലെ തന്നെ അടുക്കളയിൽ ചെയ്യേണ്ട 3 കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാം. ഈ 3 കാര്യങ്ങൾ അടുക്കളയിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അടുക്കളയിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും, സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആഗ്രഹങ്ങൾ നിറവേറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റട്ടെ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും സന്തോഷല്ലേ? ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഹാപ്പി അല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ ആദ്യമായി നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടണം. ക്വസ്റ്റ്യൻ ഇതാണ്: പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ്? അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതി വിടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് വീട്ടിലുള്ള ഉമ്മമാര് പ്രത്യേകം കേൾക്കേണ്ട ഒരു വിഷയമാണ്. ഉമ്മമാരെന്നല്ല, പുരുഷന്മാരും കേട്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. അഥവാ അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളെ വീട്ടിലെ മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത്. വീട്ടിലെ അടുക്കള മോശമായി കഴിഞ്ഞാൽ ആ വീട് മുഴുവനും മോശമാവുകയാണ്, ആ വീട്ടുകാർ മുഴുവനും രോഗികളായി മാറുമെന്നുള്ളതാണ്. അപ്പൊ അടുക്കള വളരെ പ്രധാനപ്പെട്ടതാണ്. അടുക്കള നിർമ്മിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ നിർമ്മിക്കണം. അടുക്കള കൈകാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടെയാണ് നാം കൈകാര്യം ചെയ്യേണ്ടത്. അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞതുപോലെ അടുക്കള കൈകാര്യം ചെയ്താൽ ആ വീട്ടിൽ വലിയ ബറക്കത്ത് ഉണ്ടാകും, ആ വീട്ടിലെ ആളുകൾക്ക് രോഗങ്ങൾ ഉണ്ടാകൂല. രോഗത്തിൽ നിന്നൊക്കെ വലിയ കാവല് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട 1ാമത്തെ കാര്യം, പാത്രങ്ങളൊക്കെ എപ്പോഴും അടച്ചു വെക്കുക എന്നുള്ളതാണ്. ഭക്ഷണം പാകം ചെയ്താൽ ആ പാകം ചെയ്ത പാത്രങ്ങൾ അടച്ചു വെക്കണം. അതുപോലെ തന്നെ അടുക്കളയിലുള്ള വെള്ളപാത്രങ്ങൾ അടച്ചു വെക്കണം. കറിയുടെ പാത്രങ്ങൾ തുറന്നു വെക്കരുത്, അടച്ചു വെക്കണം. കൂട്ടാൻ പാത്രങ്ങളൊക്കെ അടച്ചു വെക്കണം, അത് ഒരിക്കലും തുറന്നു വെക്കാൻ പാടില്ല. അങ്ങനെ ചില സഹോദരന്മാര് ചെയ്യലുണ്ട്. അത് തനിച്ച അബദ്ധമാണ്. അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട 2ാമത്തെ കാര്യം, പാത്രങ്ങൾ വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ ആ സിങ്കിൽ കൊണ്ടുപോയാണ് കൂട്ടലാണ്, അത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അത് വൃത്തിയാക്കാറുള്ളത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഉടനെ വൃത്തിയാക്കുക എന്നുള്ളത് ഒരു നല്ല മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അവനവൻ കഴിച്ച പാത്രങ്ങൾ അവനവനാണ് വൃത്തിയാക്കേണ്ടത്. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, വീട്ടിൽ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ വീട്ടിലെ ഉമ്മമാരാണ് വൃത്തിയാക്കേണ്ടത്, അതുപോലെ തന്നെ വീട്ടിലെ ഭാര്യമാരാണ് വൃത്തിയാക്കേണ്ടത് എന്ന് ചില സഹോദരന്മാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. അങ്ങനെ വീട്ടിലെ പാത്രങ്ങൾ മുഴുവനും കഴുകി വൃത്തിയാക്കണം എന്നുള്ള ഒരു കൽപ്പന സ്ത്രീകൾക്ക് ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അടുക്കള പുരുഷന്മാർക്കും കൈകാര്യം ചെയ്യാം, അതുപോലെ തന്നെ സ്ത്രീകൾക്കും കൈകാര്യം ചെയ്യാം. നമ്മൾ കഴിച്ച പാത്രമെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി വെക്കാനുള്ള മനസ്സ് കാണിക്കണമെന്ന് പ്രത്യേകം പുരുഷന്മാരോട്, ഭർത്താക്കന്മാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളെ ഉമ്മമാര് അത് ശീലിപ്പിക്കണം. അവനവൻ കഴിച്ച പാത്രങ്ങൾ അവനവൻ കഴുകണമെന്നുള്ള ആ മര്യാദ അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. അതുപോലെ തന്നെ 3ാമത്തെ കാര്യം, അടുക്കളയിൽ വേസ്റ്റുകൾ കൂട്ടിയിടാൻ പാടില്ല. നമ്മൾ വേസ്റ്റുകൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ബാക്ടീരിയകൾ വരാൻ സാധ്യതയുണ്ട്, ഒരുപാട് അണുക്കൾ വരാൻ സാധ്യതയുണ്ട്. ഈ അണുക്കളും ബാക്ടീരിയകളും ഒക്കെ നമ്മളെ ഭക്ഷണത്തിൽ പോയിരിക്കാൻ സാധ്യതയുണ്ട്. ആ ഭക്ഷണം നമ്മൾ കഴിച്ചാലോ
നമ്മൾക്ക് മാരകമായ രോഗം വരൂലേ? നമ്മളെ വീട്ടിൽ ഏറ്റവും വൃത്തിയായി കിടക്കേണ്ട ഒരു ഭാഗം അത് അടുക്കളയാണ്. ചില ആളുകൾ ബാത്റൂം നല്ല ഉഷാറായി വൃത്തിയാക്കും. ബാത്റൂം വൃത്തിയാക്കേണ്ടതല്ല, അതും നല്ല നിലക്ക് വൃത്തിയാക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വൃത്തിയാക്കേണ്ടത് നമ്മൾ അടുക്കളയാണ്. കാരണം ആ അടുക്കളയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത്, ആ അടുക്കളയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ആ അടുക്കള വൃത്തിഹീനമായി കടന്നാൽ എങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിക്കും? എങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്യും? അതുകൊണ്ട് അടുക്കള എപ്പോഴും വൃത്തിയാക്കി ഇടുക. അടുക്കളയിൽ വേസ്റ്റുകൾ കൂട്ടിയിടരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ വേസ്റ്റ് കൂട്ടിയിട്ടാൽ ദാരിദ്ര്യം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാലാമത്തെ കാര്യം, ഭക്ഷണത്തിൽ ഇസ്രാഫ് കാണിക്കാൻ പാടില്ല. ഒരു വീട്ടിൽ 3 ആളുണ്ടെങ്കിൽ ആ 3 ആൾക്ക് മതിയാകുന്ന ഭക്ഷണം ഉണ്ടാക്കുക എന്നല്ലാതെ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിയാത്തൊരവസ്ഥ, പിന്നെ അത് മുഴുവനും വേസ്റ്റ് ആക്കി കളയുക, ഇസ്രാഫാക്കി കളയാൻ പാടില്ല. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. ചില ആളുകൾ അങ്ങനെയാണ്, കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കും, കാക്ക കൊണ്ടുപോയി കുഴിച്ചിടുന്ന ഒരു സ്വഭാവം. അങ്ങനെ ഉണ്ടാവരുത്. അള്ളാഹു തന്നതാണ്, അത് അള്ളാഹുവിനെ തിരിച്ചെടുക്കാൻ ഒരു സെക്കൻഡ് വേണ്ട, ഒരു നാനോ സെക്കൻഡ് വേണ്ട. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഭക്ഷണം അമിതമായി നമ്മൾ പാകം ചെയ്യാൻ പാടില്ല. ഇനി കൂടുതലായി പാകം ചെയ്താൽ അത് മറ്റുള്ളവർക്ക് നമ്മൾക്ക് കൊടുക്കാൻ കഴിയണം, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയണം. എന്നാൽ കൂടുതൽ പാകം ചെയ്താൽ കുഴപ്പമില്ല. അല്ലാതെ വെറുതെ വേസ്റ്റാക്കി കളയാൻ ഭക്ഷണം കൂടുതൽ പാകം ചെയ്യാൻ പാടില്ല. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അതുപോലെ തന്നെ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ വൃത്തി ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകളൊക്കെ അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ പാകം ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പിന്നെ ശരീരം വൃത്തിയാക്കാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല. അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് കുളിക്കാൻ പറ്റുകയാണെങ്കിൽ കുളിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരങ്ങനെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കൈ ശരിക്ക് വൃത്തിയാക്കണം, തലമുടികളൊക്കെ ശരിക്ക് കെട്ടിവെക്കണം, നല്ല വസ്ത്രം ധരിക്കണം. അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനാ പോകുന്നത്, ബാത്റൂം വൃത്തിയാക്കാനല്ല പോകുന്നത്. അതുകൊണ്ട് എല്ലാ സ്ഥലവും പ്രത്യേകം വൃത്തിയാകണം. നമ്മളെ കയ്യും നമ്മളെ തലമുടിയൊക്കെ പ്രത്യേകം വൃത്തി ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആറാമത് ശ്രദ്ധിക്കേണ്ടത്, അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. അടുക്കളയിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലി കയറി ചെന്നാൽ നല്ല രൂപത്തിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും. ആ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹു വലിയ ബറക്കത്ത് നൽകും. അതല്ലെങ്കിൽ നമ്മൾക്കൊരു ഇഷ്കാലായിരിക്കും, ഭക്ഷണം തികയോ, ഭക്ഷണം ടേസ്റ്റ് ഉണ്ടാവോ എന്നുള്ള ഒരു ചിന്ത നമ്മളെ കൽബിലുണ്ടാവും. പക്ഷെ ബിസ്മി ചൊല്ലി അടുക്കളയിലേക്ക് കയറിയാലോ ഒരു ടെൻഷനും ഉണ്ടാകൂല, ഒരു പ്രയാസം ഉണ്ടാകൂല. അതുപോലെ തന്നെ അടുക്കളയിലേക്ക് കയറുന്നതിന്റെ മുമ്പ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ലീലാഫി ഖുറൈശ് സൂറത്ത് ഓതണം. സൂറത്തുൽ ഖുറൈശ്, ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് തുടങ്ങിയ സൂറത്ത് മുഴുവനായി ഒരു 3 പ്രാവശ്യം പാരായണം ചെയ്ത് നോക്കാം. ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകൂല. മുളക് കൂടിക്കണോ, പഞ്ചസാര കൂടിക്കണോ, ഉപ്പ് കൂടിക്കണോ, അങ്ങനത്തെ ഒരു ടെൻഷനെ അന്നത്തെ ദിവസം നമുക്ക് ഉണ്ടാകൂല. അതുകൊണ്ട് ലീലാഫി ഖുറൈശ് സൂറത്തും അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തീ കത്തിക്കോലോ, ഗ്യാസ് കത്തിക്കുകയാണെങ്കിലും തീ കത്തിക്കുകയാണെങ്കിലും ലൈറ്റർ കത്തിക്കുകയാണെങ്കിലും അടുപ്പ് കത്തിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തീ എന്ന് പറയുന്നത് ഭയാനകരമാണ്. നരകത്തിൽ തീയാണല്ലോ, തീ നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയിട്ടാണ് തീ കത്തിക്കേണ്ടത്. തീ എന്ന് പറയുമ്പോൾ ഗ്യാസ് ഒക്കെ അതിൽ പെടുട്ടോ. പല ആളുകളും പറയും അത് തീയല്ലേ, ഇപ്പൊ വീടുകളിലൊക്കെ ഗ്യാസ് ആണ് ഉസ്താദെ, അപ്പൊ ഉസ്താദ് തീ കത്തിക്കുമ്പോഴല്ലേ അത് ചെല്ലാൻ പറഞ്ഞത്? അങ്ങനെ ചോദിക്കുന്ന ചില യുക്തിവാദികളുണ്ട്. തീ കത്തിക്കുകയാണെങ്കിലും ഗ്യാസ് കത്തിക്കുകയാണെങ്കിലും എല്ലാ സമയത്തും അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നല്ല മനസ്സോടെ ഭക്ഷണം പാകം ചെയ്യണം. പ്രാഗി പറഞ്ഞ് ഭക്ഷണം പാകം ചെയ്ത് പണ്ടാറടങ്ങിയിട്ട് അമ്മായിമാർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, വീട്ടിലത്തെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണം, ഇന്നെ തന്നെ അതിന് പണ്ടാറടക്കണം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഭക്ഷണം ഉണ്ടാക്കും. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കരുത്. നല്ല മനസ്സോടെ ഭക്ഷണം പാകം ചെയ്യണം. അതിന് വലിയ പുണ്യുണ്ട്, വലിയ ബർക്കത്ത് ഉമ്മ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രാഗി പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ശാപത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യരുത്. അതുപോലെ അടുക്കളയിൽ ഇരുന്നു കൊണ്ടാണ് പല ആളുകളും ഗീബത്ത് നമീമത്ത് പറയാ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, ഇന്ന് നമ്മളുടെ ഓൺലൈൻ മജ്ലിസുകളൊക്കെ വന്നു. അതുപോലെ തന്നെ യൂട്യൂബിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കൂടിയതിന്റെ പേരിൽ പല ഉമ്മമാരും ആ ക്ലാസ്സുകളും ആ മജ്ലിസുകളൊക്കെ കേൾക്കുന്നത് അടുക്കളയിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അടുക്കളയിൽ വെച്ചുള്ള ഗീബത്തും നമീമത്തും അമ്മായിമ്മ
പോരും മരിയോള് പോരും ഇളച്ചി മൂത്തച്ചും പോരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അത് വലിയ സന്തോഷമാണ്. കാരണം പല ഉമ്മമാരും ഇന്ന് അടുക്കളയിൽ ഇരുന്നിട്ടാണ് ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ക്ലാസ് വരെ കേൾക്കുന്നത് അടുക്കളയിൽ വെച്ചുകൊണ്ടായിരിക്കും. അപ്പൊ അടുക്കള ഇന്ന് ആത്മീയത നിറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം ഓൺലൈൻ മജ്ലിസ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ്. പല ആളുകളും ഇങ്ങനെയുള്ള ക്ലാസ്സുകളെ എതിർക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ മജ്ലിസിനെ എതിർക്കാറുണ്ട്. ഓൺലൈൻ മജ്ലിസിൽ ചെല്ലിയ ദിക്റിന്റെ കൂലി കിട്ടൂല എന്നൊക്കെ പറയുന്ന പല വിഡ്ഢികളുമുണ്ട്. അതിൽ നിങ്ങൾ ആരും വഞ്ചിതരായി പോകരുത്. അത് തെറ്റാണ്. ഓൺലൈൻ മജ്ലിസിനെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സിനെയൊക്കെ എതിർക്കുന്ന ആളുകൾ കൊറോണ സമയത്ത് അവർ വയത് പറഞ്ഞത് ഇങ്ങനെയുള്ള ഓൺലൈനിലൂടെയല്ലേ? ക്ലാസ് എടുത്തുന്നത് വാട്സപ്പിലൂടെയല്ലേ? സമസ്ത പോലും മദർസ നടത്തിയിരുന്നത് വാട്സപ്പിലൂടെയായിരുന്നു. പിന്നെ ഇതിനെ എന്തിനാണ് എതിർക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അള്ളാഹു എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ. ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട്. പല ഉമ്മമാരും ഈ ഇശാ മഗ്‌രിബിന്റെ ഇടയിലൊക്കെ സീരിയലും അതുപോലെ തന്നെ സിനിമയും അതുപോലെയുള്ള ഗാനമേളകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പഴയ കാലത്ത്. ഇങ്ങനെയുള്ള മജ്ലിസുകൾ വന്നപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നില്ലേ? ഒരുപാട് ആളുകൾ ദിക്റിലായി, സ്വലാത്തിലായി. ഇത് പറയുമ്പോൾ പ്രത്യേകം സഹോദരിമാരോട് ഉമ്മമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളെ ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ചായ കൊടുക്കാതെ അതല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാതെ ഇരുന്ന് മജ്ലിസ് കാണരുതേ. അങ്ങനെ ചില സഹോദരിമാരുണ്ട്. അത് തനിച്ച വിഡ്ഢിത്തരമാണ്. ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ മജ്ലിസ് ഒന്ന് ഓഫാക്കുക, ഭർത്താവിനോട് സംസാരിക്കുക, ഭർത്താവിനോട് കുശലം പറയുക, ഭർത്താവിന് ചായ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. കാരണം നമ്മൾക്ക് വേണ്ടി അവർ അധ്വാനിക്കാൻ പോയവരാണ്. അപ്പൊ അവർ വീട്ടിലേക്ക് കയറി വരുമ്പോ നമ്മളപ്പം ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞാല് അള്ളാന്റെ മലക്കുകൾ നമ്മളെ ശപിക്കുക ചെയ്യുക. നമുക്കൊരു പുണ്യം അതിൽ കിട്ടൂല. അപ്പൊ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവിനെ ആദരിക്കണം. ഒഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുക, മജ്ലിസിൽ പങ്കെടുക്കുക. അതിന് വലിയ പുണ്യമാണ്. എത്രയോ ആളുകൾ സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങുകയായിരുന്നു. രാവിലെ 6 മണിക്ക് നമ്മളെ മജ്ലിസ് തുടങ്ങി. എത്രയോ ആളുകൾ ആ ഉറക്കം ഒഴിവാക്കി മജ്ലിസിൽ പങ്കെടുക്കുന്നു. സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ അത് കറാഹത്താണ്. അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവും, അള്ളാഹു പൊരുത്തപ്പെടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്ലാസ്സുകളെ കൊണ്ടും ഇങ്ങനെയുള്ള മജ്ലിസുകളെ കൊണ്ടും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഉറക്ക ആമീൻ പറഞ്ഞോളിയും. അള്ളാഹു നിലനിർത്തി തരട്ടെ. നിങ്ങൾ ഉറക്ക ആമീൻ പറഞ്ഞില്ല, ആമീൻ പറഞ്ഞ ആളുകളൊക്കെ ഒന്ന് കമന്റിൽ എഴുതിവിടും. അള്ളാഹു ഇങ്ങനെയുള്ള മജ്ലിസുകളും ക്ലാസ്സുകളും നിലനിർത്തി തരട്ടെ, ആത്മീയത നിലനിർത്തി തരട്ടെ. ഖിയാമത്ത് നാൾ അടുക്കാൻ പോവുകയാണ്. മഹദി ഇമാം വരാൻ പോവുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനും യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയൂല. പറ്റ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോകും. അള്ളാഹു കാക്കട്ടെ. നമ്മളെ പ്രവാസികളൊക്കെ നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. ഗൾഫ് രാജ്യങ്ങളിൽ നമ്മളെ രാജ്യത്തിലേക്ക് സമ്പത്ത് ഒഴുകാതെ വന്നു കഴിഞ്ഞാൽ നമ്മളെ രാജ്യത്തിന്റെ അവസ്ഥ പറയാനില്ല. പറ്റ ദാരിദ്ര്യത്തിലായി പോകും. അള്ളാഹുവെ, പ്രവാസികൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നല്ല മനസ്സോടെ ഭക്ഷണം പാകം ചെയ്യുക, ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി ഭക്ഷണം പാകം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ഇന്നെന്താണ്, അമ്മായിമ്മ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അമ്മോശം വരും, പിന്നെ ഇളയച്ചി കഴിക്കും, പിന്നെ മൂത്തച്ചി കഴിക്കും, പിന്നെ അവരെ മക്കൾ കഴിക്കും, പിന്നെ പേരക്കുട്ടികൾ കഴിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പരസ്പരം ബന്ധങ്ങളില്ല, ഒക്കെ ബന്ധനങ്ങളായി മാറിയിട്ടുണ്ട്. സംസാരിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥ. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അതിൽ വലിയ സന്തോഷം ഉണ്ടാകും, വലിയ റാഹത്ത് ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലെ അടുക്കളയിൽ നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകട്ടെ, വീട്ടിൽ സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, ഒരുമയുള്ള ഐക്യമുള്ള മനസ്സ് നിലനിർത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.